ഇന്ന് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ പുതിയ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തമ്മിൽ മത്സരിക്കുകയാണ്. പുതിയ കാറ്റഗറിയിലും പുതിയ ടൈപ്പിലുമുള്ള ഫണ്ടുകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി മോട്ടിലാൽ ഓസ്വാൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി മോട്ടിലാൽ ഓസ്വാൾ നിഫ്റ്റി 500 മൊമെൻറ്റം ഇൻഡെക്സ് എന്ന് പറയുന്ന പേരിലൊരു ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി 500 മൊമെൻറ്റം 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെയാണ്. ഈ ഫണ്ട് മെയിനായിട്ട് എയിം ചെയ്യുന്നത് ഇതിന് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 500 കമ്പനികളിൽ നിന്ന് സെലക്ട് ചെയ്ത 50 സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫണ്ട് ഫോളോ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി മൊമെൻറ്റം ഇൻവെസ്റ്റിംഗ് ആണ്. മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി സാധാരണയായിട്ട് ഫോളോ ചെയ്യുന്നത് റീസെൻ്റായിട്ട് പല സ്റ്റോക്കുകളുടെ പ്രൈസിലും അപ്വേർഡ് മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം. ഇങ്ങനെയുള്ള കമ്പനികളെ തിരഞ്ഞെടുത്ത് അങ്ങനെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടുകൾ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു ബുൾ മാർക്കറ്റിലാണ്. ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേപോലെയുള്ള കമ്പനികളുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അതിൽ നിക്ഷേപം നടത്തി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നതാണ് ഈ സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി എന്ന് നമുക്ക് വിളിക്കാം. ചില സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ചില കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കുകളുടെ പ്രൈസുകൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അപ്വേർഡ് ട്രെൻഡ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുക, അതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുക. അതിനാലാണ് ഇതിനെ ട്രെൻഡ് ഫോളോയിങ് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നതും. ഇതേപോലെയുള്ള മൊമെൻറ്റം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് ആക്റ്റീവായിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്യണം. മാർക്കറ്റിലെ കാലാകാലങ്ങളിലുള്ള ട്രെൻഡ് മനസ്സിലാക്കി അതിനനുസൃതമായി അവർ മാനേജ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ റീഷഫിൾ ചെയ്യേണ്ടത് ഇതേപോലെയുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് അവശ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊരു ഇൻഡെക്സ് ഫണ്ടാന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം ഈ പർട്ടിക്കുലർ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റോക്കിന് ഉപരിയായിട്ട് മറ്റൊരു സ്റ്റോക്ക് വാങ്ങുന്നതിന് ഈ ഫണ്ട് മാനേജറിന് അധികാരമില്ല. ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് റീഷഫിൾ ചെയ്യുന്നത് 6 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു വർഷത്തിലൊരിക്കലോ ആയിരിക്കാം. ഈ 6 മാസത്തിനിടയിലോ അല്ലെങ്കിൽ ഒരു വർഷത്തിനിടയിലോ നമ്മുടെ മാർക്കറ്റിൽ പല കാര്യങ്ങളും സംഭവിക്കാം. അതിനനുസൃതമായി ഇൻഡെക്സിൽ ചേഞ്ചസുകൾ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഈ ഫണ്ട് മാനേജർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അണ്ടർലൈങ് സ്റ്റോക്കുകളിൽ ചേഞ്ചസുകൾ വരുത്തിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ അവർ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലൊരു ബെനിഫിറ്റ് ലഭിച്ചില്ല എന്നിരിക്കും. ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ്. ഈ ഫണ്ടിൻ്റെ NFO സെപ്റ്റംബർ 4-ാം തീയതി മുതൽ സെപ്റ്റംബർ 18-ാം തീയതി വരെയും ഓപ്പൺ ആണ്. ഇത് ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 500 ഷെയറുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 ഷെയറുകളിലാണ് നിക്ഷേപം നടത്തുന്നത്. അതിൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെടുന്ന കമ്പനികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ 10 ഷെയറുകളിൽ ട്രെൻഡ് എന്ന് പറയുന്ന കമ്പനി അതിൽ 6.43%, ബജാജ് ഓട്ടോ 5.4%, അദാനി പോർട്സ് 4.88%, ഭാരത് ഇലക്ട്രോണിക്സ് 4.63%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 4.62%, REC ലിമിറ്റഡ് 4.32%, സീമെൻസ് ലിമിറ്റഡ് 4.26%, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 4.18%, പവർ ഫൈനാൻസ് കോർപ്പറേഷൻ, ടാറ്റ പവർ ലിമിറ്റഡ് 3.51%. ഇതാണ് ഈ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ 10 കമ്പനികൾ. ഇതിലേറ്റവും കൂടുതൽ എക്സ്പോഷർ ഉള്ള ഷെയർ എന്ന് പറയുന്നത് ട്രെൻഡ് എന്ന് പറയുന്ന ഷെയറാണ്. ഇതൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ 31% കൂടുതലും, ഫൈനാൻഷ്യൽ സർവീസിൽ 17%, ഓട്ടോമൊബൈൽ സെക്ടറിൽ 14.26%, അതുകൂടാതെ പവർ, കൺസ്യൂമർ സർവീസസ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, കൺസ്ട്രക്ഷൻ, മെറ്റൽസ് ആൻഡ് മൈനിങ്, ഓയിൽ, ഗ്യാസ്, കൺസ്യൂമബിൾ ഫ്യൂവൽസ്, റിയാലിറ്റി, ഹെൽത്ത് കെയർ, കെമിക്കൽസ് എന്നിങ്ങനെ വിവിധ സെക്ടറുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികളിലാണ് ഈ ഫണ്ട് പ്രധാനമായിട്ടും നിക്ഷേപം നടത്തുന്നത്.
മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഡിഫൻസ് സെക്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ സൈസുകൾ അമിതമായിട്ട് ഉയർന്നിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിൾ നമ്മളിവിടെ പറയുകയാണെങ്കിൽ HDFC ഡിഫൻസ് ഫണ്ടിൻ്റെ തന്നെ കേസ് നമുക്കിവിടെ എടുക്കാം. ഇതൊരു മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരു ഫണ്ടായിരുന്നെങ്കിൽ ഒരു ഫണ്ടാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. ഒരു വർഷം കൊണ്ട് ഈ ഫണ്ട് ഏകദേശം 130% ആബ്സല്യൂട്ട് റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. എന്നാൽ റീസെൻ്റ് ആയിട്ടുള്ള ഈ ഫണ്ടിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ, ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ടിൽ ഉള്ള സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺ കാണിക്കുന്നത് വെറും 92.85%. 2 മാസങ്ങൾക്ക് മുന്നേ ഈ ഫണ്ടിലെ സിൻസ് ഇൻസെപ്ഷൻ റിട്ടേൺസ് അല്ലെങ്കിൽ ഈ ഫണ്ട് തുടങ്ങിയ കാലം മുതലുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 130% ഉണ്ടായിരുന്നു. എന്നാൽ 2 മാസങ്ങൾക്ക് ശേഷം ഇത് 92% കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഫണ്ട് മാനേജർ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തി ഒരു മൊമെൻറ്റം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്തിരുന്നതെങ്കിലും തീർച്ചയായിട്ടും ഇതിലുള്ള റിസ്ക് നിങ്ങൾക്ക് മനസ്സിലാകും. മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ്. മാർക്കറ്റ് മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതേപോലെയുള്ള ഫണ്ടുകൾ നമുക്ക് കൂടുതൽ റിട്ടേൺസ് നേടിത്തരും. എന്നാൽ മാർക്കറ്റ് താഴോട്ട് പോരുന്ന ഒരു സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്ത് പോർട്ട്ഫോളിയോകൾ റീഷഫിൾ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഫണ്ടിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത തരത്തിലുള്ള റിട്ടേൺസ് നമുക്ക് നേടിത്തരാനായിട്ട് സാധിക്കുകയില്ല. മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ ദീർഘകാലത്തേക്കുള്ള നിക്ഷേപങ്ങളാണ്. നിങ്ങൾ നടത്തുന്ന നിക്ഷേപം 4-5 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ പിൻവലിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേപോലെയുള്ള ഫണ്ടുകളിൽ നമുക്കൊരു റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. ഇത് ഈ മോട്ടിലാൽ ഓസ്വാൾ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. മ്യൂച്വൽ ഫണ്ടിൽ റെഗുലറായിട്ട് നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്താൻ താല്പര്യപ്പെടുന്നില്ല. ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്കും കൂടി ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.